ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനതിപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. അത് എണീച്ച ഉടനെ ഇന്ന് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഹെയർ കട്ടിനുള്ളത്. ഇവിടെ ക്യാൻഡി വന്നിട്ടുണ്ട്, ഫസ്റ്റ് ഹെയർ കട്ടാണ്. അപ്പോൾ അതിനൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിമ്പി ഓഫീസിൽ പോകാൻ നേരത്തെ എണീക്കുകയാണ്. അപ്പോൾ നിമ്പി എന്നെ ട്രെയിൻ അവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഇതാ എണീച്ചു. 11 മണിക്കാണ് അപ്പോയിൻമെന്റ് പറഞ്ഞിരിക്കണേ. എനിക്കറിയില്ല, പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ടൈമാണ് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. പുള്ളിക്കാരൻ ലൈക്ക് ഇൻസ്റ്റഗ്രാം പേജ് നല്ല ഇതായിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട് പാറു ചേച്ചിയാണ് എനിക്ക് പേജ് അയച്ചത്. ചേച്ചി പോയിട്ടുള്ളായിരുന്നു. ചേച്ചി ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് അയച്ചെന്നൊരു പേജായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ എണീച്ചോണ്ടാന്ന് തോന്നുന്നു. എനിക്ക് വാക്കുകളൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. ഇനി ഫ്രഷ് ആവണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാട്ടോ. എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചെയ്യണം. എങ്ങനെയൊക്കെ ഇരിക്കുന്നു. നാട്ടിൽ വെച്ച് ഞാൻ എൻ്റെ ഹെയർ പല രീതിയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ തരാം കേട്ടോ. എൻ്റെ ഹെയർ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്, ഹെയർ കളറിങ് തന്നെ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പം 7 മാസമായി. അപ്പം എൻ്റെ മുടിയിൽ ഒന്നും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ എന്തെങ്കിലും പരീക്ഷിക്കണം എന്ന് കണ്ടപ്പോഴാണ് ഹെയർ കട്ട് ചെയ്തേക്കാം എന്ന് കരുതിയത്. ഹെയർ കളറിങ് എനിക്ക് ആക്ച്വലി ചെയ്യാനുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഞാൻ ഫസ്റ്റ് ടൈം അല്ല ചെയ്യാൻ പോകണം. അപ്പോൾ പുള്ളി എങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്യണേ എന്ന് നോക്കി ഇട്ട് ഇനി ഹെയർ കളറിങ് കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കട്ടെ. എൻ്റെ മുടി എല്ലാവരും എന്നെ കളിയാക്കും. എൻ്റെ മുടിയിൽ ഇനി പരീക്ഷിക്കാൻ ഇനി ഒന്നുമില്ലായിരുന്നു. എല്ലാ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് മിക്കവാറും ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോഴേക്കും ചെയ്യുന്നത്. ലൈക്ക് വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ഹെയർ ട്രീറ്റ്മെന്റ്. ഇപ്പൊ കെരാറ്റിൻ ആണെങ്കിൽ സ്മൂത്തനിങ് ആണ് എൻ്റെ ഹെയറിൽ. എൻ്റെ ഹെയർ ഇനിഷ്യലി നല്ല വേവി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. ഞാൻ എല്ലാം ചെയ്ത് മുടി ഇപ്പം അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ മുടിയായി വന്നിട്ടുണ്ട്. കണ്ടോ, മുടിയൊക്കെ കണ്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു കോല ആയതുകൊണ്ട് തന്നെ ഹെയർ കട്ട് ഇനി എന്തായാലും ചെയ്യണം. ഇതൊക്കെയാണ് ഞാൻ നാട്ടിൽ പരീക്ഷിച്ച ഹെയർ കളറിന്റെയും ഹെയർ കട്ടിന്റെയും ഹെയർ ട്രീറ്റ്മെന്റ്സിന്റെ ഒക്കെ ഫോട്ടോസ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ട്രെയിനിൽ നിമ്പി ഓഫീസിൽ പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിമ്പി ഇപ്പം എന്നെ പോകുന്ന വഴിക്കാണ് ട്രെയിൻ. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഒരു 2 hours ജേർണി ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ച ഹെയർ കട്ട് സലൂണിലേക്ക്. ഇനി നോക്കി പോകണം എവിടെയാണെന്നുള്ളത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഉച്ചയൊക്കെ ആകുമ്പോൾ 1 degree 2 degree ഒക്കെ കാണിച്ചു കേട്ടോ. ഇപ്പം ഇത് വയലിങ്ങനെ ഇതൊക്കെ വരുന്നു. ഉച്ച തണുപ്പുണ്ട്. പുറത്തൊക്കെ കാണിച്ചു കേട്ടോ. ഇപ്പോൾ ഇതാ തണുപ്പുണ്ട് കേട്ടോ. അതാ ഇവിടെ കണ്ട പിന്നെ മൂടി നിൽക്കുന്നത് കണ്ടോ. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ഇപ്പൊ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുക. ഇപ്പൊ ഇവിടെ നിന്ന് ട്രെയിൻ കയറാനായിട്ട് നിൽക്കുക. ഇപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി സാഡിൽ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ, ആ സ്റ്റോപ്പിലേക്കുള്ള ട്രെയിൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആക്ച്വലി ഞാൻ ഏത് ഹെയർ കട്ടാണ് ചെയ്യേണ്ടേ എന്നുള്ളത് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. സാധാരണ ഇങ്ങനെ ഹെയർ കട്ടിന് പോകുമ്പം കുറേ റെഫറൻസും ഒക്കെ ആയിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഇന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറച്ച് റീൽസ് കുറച്ച് നാൾ മുമ്പ് കണ്ട കുറച്ച് ഹെയർ കട്ട്സ് ഉണ്ട്, പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ ഫേസിന് ചേരുന്ന ഹെയർ കട്ട് പുള്ളിയോട് ചോദിക്കാം. അതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ അടുത്ത ട്രെയിനിൽ കയറി കേട്ടോ. ഈ ട്രെയിനിലും കൂടെ കയറിയാൽ നമ്മുടെ സലൂൺ എത്താറാവും. ഈ ട്രെയിനിൽ ആളും ഭയങ്കര കുറവായിരുന്നു കേട്ടോ.
ആക്ച്വലി ഇപ്പോൾ ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. റെഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയിലാണ്. അപ്പോൾ ഇനി സലൂൺ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. സ്ഥലം എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാനുണ്ട്. അടുത്ത് കാണുന്നുണ്ട്. തൊട്ട് മാപ്പിൽ നോക്കിയിട്ട് ഇവിടെ നിന്ന് 5 മിനിറ്റ് പോക്കാണ് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ഈ ഏരിയ കണ്ട് ഇവിടെ എവിടെയോ ആണ് എന്നൊരു ഫീലിംഗ് വരുന്നുണ്ട് സലൂൺ. അങ്ങനെ നോക്കി നോക്കി എവിടെ വന്നിട്ടുണ്ട്. ഹാരീസ് സലൂൺ ആൻഡ് സ്പാ അവിടെയാണ്. എൻ്റെ അടുത്ത് ദോശയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ദോശയൊക്കെ കഴിക്കാം. ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ 12 മണിക്ക് അപ്പോയിൻമെൻറ്റ് പറഞ്ഞപ്പോൾ 10:30 എത്തി. കുറച്ച് നേരത്തെയാണ്. കയറി നോക്കാം. അങ്ങനെ സലൂണിലെത്തി. ഇപ്പോൾ ഇവിടെ നേരത്തെ ആയിപ്പോയി. വെയിറ്റിംഗ്. എൻ്റെ ഫോണിൽ ചാർജ് തീരാറായപ്പോൾ എന്നോട് ചാർജർ വേണ്ടി ചാർജ് ചെയ്യാം കേട്ടോ. മുടി എന്തായാലും ഒന്ന് ഹെയർ വാഷ് ഉണ്ട്. ഇവിടെ ഞാൻ സലൂൺ. ഇനി ആസിഫ് എന്ന് പറഞ്ഞ പുള്ളിയാണ് എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുള്ളി വരണം. സോ അതിന് വെയിറ്റിംഗ്. എൻ്റെ ഹെയറിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എൻ്റെ ഹെയർ നല്ല തിക്ക്, നല്ല ഉള്ളുള്ള മുടിയാട്ടോ. അത് ഭയങ്കര ഡിഫിക്കൾട്ടാണെന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും. ചിലർക്ക് നല്ല ഉള്ളുള്ള മുടി ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഹെയർ വാഷ് കുറേ ചെയ്താലാണ് ശരിയാവുക. എന്നാലും ഇങ്ങനെ ചീവി തന്നെ ഇരിക്കണം. ഇത് ചിലവർക്ക് ഭയങ്കര ഉള്ളുള്ള മുടി ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഡിഫിക്കൾട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ലതാണ് ഉള്ളുള്ള മുടി ഇഷ്ടമുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി നല്ല പ്രൊഫഷണലായിരുന്നു. എൻ്റെ അടുത്ത് ഞാൻ ഒരു റെഫറൻസ് കാണിച്ചു തന്നിട്ടും എൻ്റെ ഹെയറിനും എൻ്റെ ഫേസിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റൈലൊക്കെ പുള്ളി ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. ആണ് പുള്ളി കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര നിർബന്ധം ഒരു കാര്യം ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഇങ്ങനെ ലെയേഴ്സൊക്കെ വേണം മുടിയൊക്കെ ഇട്ടുമ്പോൾ. ഇപ്പോൾ പറയുന്നത് എൻ്റെ മുഖം ഇച്ചിരി വലുതാണ്, അപ്പോൾ അതിന് മാച്ച് ചെയ്യാനുള്ള ഹെയർ സ്റ്റൈൽ വേണമെന്ന് തന്നെ പുള്ളിയെടുത്ത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ആക്ച്വലി അത് ഹെയറും ഇതൊക്കെ കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് കുറേ സജഷൻസ് പറഞ്ഞു. ഞാൻ അതിൽ ഓക്കെ ആയിരുന്നു. എനിക്കിങ്ങനെ മുടി ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ വരണം, ലെയേഴ്സ് വരണം എന്നൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയ ഐഡിയാസൊക്കെ ആയിരുന്നു. എന്തായാലും പുള്ളി നന്നായിട്ട് ചെയ്തു. അപ്പോൾ പുള്ളി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ പെർമിഷൻ എടുത്തിരുന്നു യൂട്യൂബ് ചെയ്യാനായിട്ട്. ഞാൻ എവിടെ ചെന്നാലും പെർമിഷൻ എടുത്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വീഡിയോസൊക്കെ എത്ര നാളായി ഷൂട്ട് ചെയ്യട്ടെ, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പുള്ളിയും ഇങ്ങനെ ടിക്ടോക്കും അതൊക്കെ ചെയ്യുന്നതാണ്. പുള്ളി ഇങ്ങനെ ഇങ്ങോട്ട് കുറേ അഡ്വൈസസ് ഒക്കെ പറഞ്ഞു തരായിരുന്നു. ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ നന്നായിരിക്കും അതും പറയുന്നുണ്ടായിരുന്നു. പുള്ളി നല്ല പ്രൊഫഷണലായിട്ട് എനിക്ക് തോന്നി. പുള്ളി അധികം ടൈമും എടുത്തില്ല ഹെയർ കട്ട് ചെയ്യാനൊക്കെ ആണെങ്കിലും. ഈ ആസിഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഫേമസ് ആണ്. പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ട് വേറെ കുറേ പ്രൊവിൻസിൽ നിന്ന് ആൾക്കാർ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനും ഹെയർ കട്ടിനും ഹെയർ കളറിനൊക്കെ വരുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ ക്യാൻമോറിൽ നിന്നൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുമ്പ് അവളുടെ ഹെയർ കട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അവളുടെ ഹെയർ കട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ഫേസിനും ഹെയറിനൊക്കെ പറ്റിയ രീതിയിൽ തന്നെ ഹെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലോണം ഒരു കോൺഫിഡൻസ് വന്ന് ചെയ്യും എന്നുള്ളത് തന്നെ. അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാം ഇന്ത്യൻസ് ആണ്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എൻ്റെ ഹെയർ വാഷിങ് ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടിക്ക് നല്ല ഉള്ളുണ്ട്. അപ്പോൾ അവരെനിക്ക് ഒട്ടും വേദനിക്കാത്ത രീതിയിലൊക്കെ തന്നെയായിരുന്നു മുടിയൊക്കെ ചീവി തന്നെ. അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് ഇതാ. Back. Yeah. Just take back. Yeah. Okay. Thank you. അങ്ങനെ ഞാൻ ഹെയർ കട്ട് എല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എങ്ങനെയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ? ഇതിപ്പോൾ ഈ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇങ്ങനെ ബമ്പെന്ന് പറഞ്ഞിരിക്കും. ഇനി വീട്ടിൽ പോയിട്ട് ഹെയർ വാഷ് കഴിയുമ്പോഴേക്ക് ശരിക്കും സെറ്റ് ആവുക. ഇതിനി നിംബിയെ കാണിച്ചിട്ട് നിംബിയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പം ട്രാൻസിറ്റൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോവാണ്. വേറെ പ്ലാൻസ് ഒന്നും ഇല്ല ഇന്ന്. വേറെ ഷോപ്പിങ്ങോ പ്ലാൻസോ ഒന്നും ഇല്ല.
ഇപ്പം 3 ഡിഗ്രിയാണ് ഇവിടെ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ഹെയർ കട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് വന്നു ഹെയറിൽ. പക്ഷെ ബമ്മൊന്നും ഇരിക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. ഓക്കേ, അത് ഹെയർ വാഷ് കഴിയുമ്പോൾ സെറ്റാവും വേണ്ടതാണ്. നല്ല വിശപ്പുണ്ട്. വീട്ടിൽ പോയിട്ട് ലഞ്ചൊക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാം എന്ന് ആലോചിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാറ്ററിയും തീരാറായി. ഇനി അടുത്ത ഷോട്ടിൽ എടുക്കാം കേട്ടോ. അടുത്ത് ലഞ്ച് കഴിക്കാൻ പോകുമ്പോൾ എടുക്കാം കേട്ടോ. എനിക്ക് എൻ്റെ ഹെയർ കട്ട് ഇഷ്ടമായോ ഗൈസ്? വെൻഡീസിൽ ടിം ഹോട്ടൽസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ലൈറ്റായിട്ട് എന്തെങ്കിലും ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുക. ഇതാണ് ഇവിടെ പോയി എന്തെങ്കിലും ലൈറ്റായിട്ട് ലഞ്ച് കഴിക്കാം. പറഞ്ഞിരുന്നല്ലോ, വീട്ടിൽ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്താണ് ഞാൻ ഹെയർ കട്ടിന് പോയിരുന്നത്. അപ്പോൾ അവിടെ 11 മണിക്ക് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഹെയർ കട്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിനടുത്തുള്ള സീ ട്രെയിൻ എത്തിയപ്പോൾ ഒരു 2:30-3 ഒക്കെ അപ്പം തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാതെ വിശന്ന് കണ്ണൊക്കെ തള്ളി വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ടിമ്മിയിൽ നിന്ന് ഒരു ചിക്കൻ ഫ്ലാറ്റ് ബ്രെഡ് പിസ്സ അതെങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെന്ന് പോലെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അത്ര നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രാൻസിറ്റ് എടുത്തില്ല. നിംബിയെ വിളിച്ചപ്പോൾ നിംബി ഒന്ന് പിക്ക് ചെയ്യാം, ഓഫീസിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ട്രാൻസിറ്റ് എടുത്ത് വീട്ടിൽ പോകാനുള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ അടുത്തൊക്കെ ഒരു വോക്കിനൊക്കെ പോയി ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിംബി അവിടെ എത്തിയായിരുന്നു. നിംബി ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ കാറിൽ അവിടെ കാണുന്നുണ്ട്, കാറിൽ എത്തിയിട്ടുണ്ട്. നിംബിയുടെ റിയാക്ഷൻ ഇപ്പം എടുക്കാം. നിംബിയുടെ റിയാക്ഷൻ ഇപ്പം നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയുണ്ട്? ഫ്ലവർ പോട്ട് പോലെ ഉണ്ട്. ഫ്ലവർ പോട്ട് പോലെ ഉണ്ടാ? ശരിക്കും കൊള്ളാവോ? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ കൊള്ളാവോ ലെയർ ചെയ്തത്? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടോ? സ്ട്രീക്ക് ഒക്കെ ചെയ്തല്ലോ. സ്ട്രീക്ക് ചെയ്തല്ലേ, ഹെയർ കട്ട് മാത്രമേ ചെയ്തുള്ളൂ. കൊള്ളാം, കൊള്ളാം ഡോറ, സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടത്? ബാഗ് ഒക്കെ ഇഷ്ടപ്പെട്ടാ? നന്നായിട്ട് വെട്ടിയല്ലോ. അങ്ങനെ നമ്മൾ നിംബിയെ ഞാൻ നെട്ടിച്ചു കഴിഞ്ഞ് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലായി വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ കട്ട് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാനഡയിൽ എൻ്റെ ഫസ്റ്റ് ഹെയർ കട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ഹെയർ സ്റ്റൈല്. തിരിച്ച് വീട്ടിൽ പോയി ഡിന്നർ കഴിക്കും, കിടന്നുറങ്ങും. നല്ല ടയേർഡാണ്. ഇന്നത്തെ ഫുൾ ഡേ പോയതുപോലെ എനിക്ക് തോന്നി കേട്ടോ. ഇത് രാവിലെ ഇറങ്ങിയതായിരുന്നു. രാവിലെ ഇറങ്ങി ഇപ്പോൾ സമയം 6 മണി ആയി. ഇനി വീട്ടിൽ പോയി ഡിന്നർ കഴിക്കണം, അതൊക്കെ തന്നെ. സോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.